വാർത്താസമ്മേളനത്തിലെ വിശദാംശങ്ങളുമായി ആർ ശ്രീജിത്തുണ്ട്. ആർ ശ്രീജിത്തും പി ആർ പ്രസാദുമാണ് വിവരങ്ങൾ നൽകുക. ആദ്യം ശ്രീജിത്തിലേക്ക്. ശ്രീജിത്ത്, ഇപ്പോൾ വാർത്താസമ്മേളനത്തിൽ മുഖ്യമന്ത്രി രണ്ട് കാര്യങ്ങളാണ് കൃത്യമായി പറയുന്നത്. ADGPയെ തൽക്കാലം ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുന്നില്ല, പക്ഷേ പൂരം കലക്കിയത് തന്നെയാണ് എന്നുള്ള കാര്യം അദ്ദേഹം സമ്മതിക്കുന്നു. അതിൽ ത്രിതല അന്വേഷണം, ഹിന്ദുവുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങൾ തുടർച്ചയായ ചോദ്യങ്ങൾ ചോദിച്ചു, പക്ഷേ അദ്ദേഹം അതിൽ വളരെ കുറച്ച് മറുപടി മാത്രമാണ് നൽകിയിട്ടുള്ള. ചില കാര്യങ്ങൾ വിശദീകരിക്കുന്നു, പക്ഷേ ഹിന്ദുവിൻ്റെ ഖേദപ്രകടനം സ്വീകാര്യമാണ് എന്നതല്ലേ അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. അതിലപ്പുറമുള്ള പ്രതികരണത്തിലേക്ക് വിഷയത്തിൽ പോകില്ല എന്നാണോ ഇനി? ഹിന്ദുവിൻ്റെ ഖേദപ്രകടനം സ്വീകാര്യമാണ്. ഹിന്ദുവിനെ കൂടുതൽ പ്രകോപിപ്പിക്കാൻ തങ്ങളില്ല എന്ന നിലപാടാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത്. എന്നാൽ ഹിന്ദുവിൻ്റെ വിശദീകരണത്തിൽ പറഞ്ഞിരിക്കുന്ന PR ഏജൻസി എന്ന വെളിപ്പെടുത്തൽ അത് മുഖ്യമന്ത്രി തള്ളുകയാണ്. തനിക്കോ സർക്കാരിനോ അത്തരമൊരു PR ഏജൻസികളില്ല എന്നാണ് മുഖ്യമന്ത്രിയുടെ അവകാശവാദം. ഈ ബന്ധപ്പെട്ട അഭിമുഖം എടുത്ത ലേഖികയോടൊപ്പം വന്ന രണ്ടാമത്തെ ഒരാൾ, അത് അവരോടൊപ്പം വന്ന ആളാണ്, PR ഏജൻസിയുടെ ആളാണെന്ന് തനിക്കറിയില്ല. അത്തരമൊരു PR ഏജൻസിയെ പറ്റി തനിക്ക് മുൻകൂട്ടി അറിയില്ല. ഒരു മാധ്യമത്തിൻ്റെ അഭിമുഖം എടുക്കാൻ വരുമ്പോൾ ചിലപ്പോൾ ഒന്നിലധികം ആളുകൾ വരുന്ന രീതിയുണ്ടല്ലോ, അതനുസരിച്ച് മാത്രമാണ് ഈ ലേഖികയോടൊപ്പം വന്ന ആളെ താൻ കണക്കൂട്ടിയത്. എന്നാൽ മറ്റൊരാൾ, സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന ആൾ, ഹരിപ്പാട് മുൻ MLAയും ഇപ്പോഴത്തെ കയർഫെഡിൻ്റെ ചെയർമാനുമായ TK ദേവകുമാറിൻ്റെ മകനാണ്. അദ്ദേഹം നേരത്തെ മുതലേ, ചെറുപ്പം മുതലേ രാഷ്ട്രീയമായും തനിക്ക് അറിയാവുന്ന ആളാണ്. അങ്ങനെയാണ് താൻ ഹിന്ദുവിന് അഭിമുഖം നൽകാൻ അദ്ദേഹം വഴി തയ്യാറായത്. അത് ഹിന്ദുവിന് അഭിമുഖം നൽകാൻ താല്പര്യമുണ്ടെന്ന് അറിയിച്ചതുകൊണ്ടാണ് ഇത് വന്നത്. എന്നാൽ ഈ താൻ എഴുതി കൊടുക്കാത്തൊരു, താൻ പറയാത്തൊരു കാര്യം പിന്നീട് അതിൽ ചേർത്തത് തെറ്റായി പോയി. ആ തെറ്റ് ഹിന്ദു സമ്മതിച്ചു. അത്രയും സ്വീകാര്യമാണ്. കേരളത്തിലെ മാധ്യമങ്ങൾ നിങ്ങളാണെങ്കിൽ അതിന് തയ്യാറാകുമെന്ന് ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ഹിന്ദുവിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന ചോദ്യത്തിൽ നിന്ന് മുഖ്യമന്ത്രി ഒഴിഞ്ഞു മാറിയത്. എന്നാലും ഹിന്ദുവിനെതിരെയോ PR ഏജൻസിക്കെതിരെയോ ഒരു നിയമ നടപടിയുമില്ല. നേരത്തെ സെപ്റ്റംബർ 13 തന്നെ ഇത്തരത്തിൽ മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ടും മറ്റുള്ള കാര്യങ്ങൾ ഡൽഹിയിലെ മാധ്യമങ്ങൾക്ക് പത്രക്കുറിപ്പായി നൽകിയ കേസൺ എന്ന ഏജൻസിയെ പറ്റിയും ചോദ്യം ഉയർന്നു. എന്നാൽ അക്കാര്യത്തിൽ മുഖ്യമന്ത്രി കൃത്യമായ ഉത്തരം നൽകിയില്ല. തനിക്കോ സർക്കാരിനോ ഒരു PR ഏജൻസിയുമില്ല, അത്തരമൊരു ഏജൻസിയെയും ചുമതലപ്പെടുത്തിയിട്ടില്ല, ആർക്കും പണം നൽകുന്നുമില്ല എന്ന ആവർത്തിച്ചുള്ള മറുപടിയാണ് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയിൽ നിന്നുണ്ടാകുന്നത്. എന്തായാലും തൃശ്ശൂർ പൂരം കലക്കിയതാണ് എന്ന കാര്യം മുഖ്യമന്ത്രി ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സമ്മതിക്കുന്നു. എന്നാൽ ADGP ക്രമസമാധാന ചുമതലയിൽ നിന്ന് MR അജിത്കുമാറിനെ മാറ്റാൻ പൊടുന്നതിനെ തയ്യാറല്ല. അത്തരമൊരു മാറ്റം വരണമെങ്കിൽ അതിന് ഉപോത്ബലകമായ റിപ്പോർട്ട് ഉണ്ടാകണം, അല്ലാതെ ഇക്കാര്യത്തിൽ തീരുമാനമില്ല. എന്നാൽ ADGP MR അജിത്കുമാർ RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നത് തെറ്റാണ് എന്ന് താൻ പറയാത്തത്, അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ താൻ അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കും, തെറ്റോ ശരിയോ എന്ന നിലപാട് സ്വീകരിക്കുന്നത് ഉചിതമല്ല. ആ ഔചിത്യം കണക്കിലെടുത്താണ് താൻ ആ കാര്യത്തിൽ പ്രതികരണം നടത്താത്തത് എന്നാണ് മുഖ്യമന്ത്രി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ശരി, TV പ്രസാദ് കൂടിയുണ്ട്. പ്രസാദ്, ഇപ്പോൾ ADGPയുമായി ബന്ധപ്പെട്ട് ഒരു നിലപാട് പറയേണ്ടതല്ലേ? RSS ADGP കൂടിക്കാഴ്ചയിൽ നിലപാട് മുഖ്യമന്ത്രി പറയേണ്ടതല്ലേ എന്ന് ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രി, അത് പ്രസാദാണ് ചോദ്യം ചോദിക്കുന്നത്, പ്രസാദിനോട് മറുപടി പറഞ്ഞിരിക്കുന്ന ആ കാര്യത്തിൽ നിലപാട് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥാനത്ത് തുടരാൻ പറ്റില്ല. അപ്പോൾ റിപ്പോർട്ട് കിട്ടിയ ശേഷമേ ഉള്ളൂ നിലപാട് അറിയിക്കൽ എന്നുള്ളതാണ്. ആ റിപ്പോർട്ട് DGP തരികയും വേണം. അതിനുള്ള സമയം എത്ര സമയമാണ് ഈ ത്രിതല അന്വേഷണത്തിന് അനുവദിച്ചിരിക്കുന്ന കാര്യം അദ്ദേഹം വിശദീകരിക്കുന്നുണ്ടോ? ആ ഒരു കൃത്യമായ വിശദീകരണങ്ങൾ പ്രധാനപ്പെട്ട പല ചോദ്യങ്ങളിലും ഉണ്ടായില്ല എന്നുള്ളതാണ് ശ്രുതി. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മുഖ്യമന്ത്രി പറയാൻ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങൾക്ക് വ്യക്തമായി മറുപടി പറയുക, അല്ലാത്ത സമയം തിരിച്ച് സംസാരിക്കുക എന്ന രീതി മാത്രമാണ് ഇന്ന് മുഖ്യമന്ത്രി സ്വീകരിച്ചത് എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നമ്മൾ ചോദിച്ചത്, അതിലൊന്ന് ADGP RSS നേതാക്കളെ കണ്ടത്, അതിൽ തൻ്റെ നിലപാട് പറഞ്ഞു എന്നുള്ളതാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. പക്ഷേ ആ കണ്ടത് ശരിയാണോ തെറ്റാണോ എന്ന് CPIM നേതൃത്വം നൽകുന്ന സർക്കാരിലെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ ഇതുവരെ പറഞ്ഞില്ല എന്നുള്ളതാണ് അതിലെ രാഷ്ട്രീയം. അതാണ് നമ്മൾ തുടർച്ചയായി ചോദിച്ചത്. പക്ഷേ പലതവണ അത് ചോദിച്ചിട്ടും ഇന്നും അതിന് മറുപടി കിട്ടിയില്ല. ഉത്തരം ശരിയാണോ തെറ്റാണോ എന്ന് മാത്രമാണ്. അതായത് RSSലെ നേതാക്കളെ ഈ പറയുന്ന ക്രമസമാധാന ചുമതലയുള്ള ADGP കണ്ടത് ശരിയാണോ തെറ്റാണോ എന്ന് പറയാൻ പിണറായി വിജയൻ എന്ന കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്ക് കഴിയുന്നില്ല എന്നുള്ളിടത്താണ് ഇതിൻ്റെ രാഷ്ട്രീയം. അപ്പോൾ മുഖ്യമന്ത്രിയുടെ മറുപടി ഉണ്ടായത്, അങ്ങനെ താൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വരുന്ന റിപ്പോർട്ടിന് എന്ത് പ്രസക്തി എന്നതാണ്. അപ്പോഴാണ് നമ്മുടെ മറുചോദ്യം ഉണ്ടായത്. മുഖ്യമന്ത്രി ബോധപൂർവം ഒഴിവാക്കിയ ചോദ്യമായിരുന്നു അത്. അങ്ങനെയെങ്കിൽ ADGPക്കെതിരെ DGP റിപ്പോർട്ട് കൊടുക്കുന്നതിന് മുമ്പല്ലേ അങ്ങ് അൻവറിനെതിരെ കള്ളക്കടത്തുകാരെ സഹായിക്കുന്ന രീതിയിലുള്ള പരാമർശം നടത്തിയത് എന്ന ചോദ്യം ബോധപൂർവം വിസ്മരിക്കുകയാണ് മുഖ്യമന്ത്രി. രണ്ടാമത്തെ ഒഴിവാക്കിയ പ്രധാനപ്പെട്ട ചോദ്യങ്ങളിൽ ഒന്ന്, സ്മൃതി, ഹിന്ദുവിൽ വന്ന മുഖ്യമന്ത്രിയുടേതായ പേരിൽ വന്ന അഭിമുഖം,
അവിടെ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്നത് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മലപ്പുറത്ത് ഉപയോഗിക്കുന്നു എന്ന പരാമർശം അവിടെ വർഗീയ കലാപത്തിനുൾപ്പെടെ സാധ്യതയുള്ള രീതിയിലേക്ക് വളർന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഈ സുബ്രഹ്മണ്യൻ എന്ന ആൾക്കെതിരെ കേസെടുക്കുമോ, ഈ നടന്ന സംഭവത്തിലെ ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷിക്കുമോ എന്നായിരുന്നു തുടർച്ചയായ ചോദ്യം. ഏറ്റവും അവസാനം നിങ്ങൾക്കൊരാൾക്ക് മാത്രമാണ് ഇതിൽ പ്രശ്നം എന്ന നിലയിലേക്ക് വായ മൂടാനുള്ള ഒരു ശ്രമമാണ് ഏറ്റവും അവസാനം മൈക്ക് ഓഫാക്കി എണീറ്റ് പോകുമ്പോഴും നമ്മൾ പറയുന്നുണ്ട്, CMA നമ്മുടെ ചോദ്യത്തിന് നിങ്ങൾ മറുപടി നൽകിയിട്ടില്ല എന്നുള്ളത്. അതായത് സ്മൃതി, ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൻ്റെ രത്നചുരുക്കം എന്നുള്ളത് 2 പ്രധാനപ്പെട്ട ചോദ്യങ്ങളെ മുഖ്യമന്ത്രി മറച്ചുവയ്ക്കുന്നു. അതിലൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ADGP RSS നേതാക്കളെ കണ്ടത് ശരിയാണോ തെറ്റാണോ എന്നൊന്ന്. രണ്ടാമത്തേത് ഹിന്ദു ദിനപത്രത്തിൽ മുഖ്യമന്ത്രിയുടേതായി വന്ന സ്വർണ്ണക്കടത്ത് പണം അത് ദേശവിരുദ്ധ ഇതിന് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ പേരിൽ വന്ന അഭിമുഖം, ആ അഭിമുഖം നടത്തിയവർക്കെതിരെ കേസെടുക്കുമോ അന്വേഷിക്കുമോ എന്ന ചോദ്യത്തിന് താങ്കൾക്ക് മാത്രമാണ് പ്രശ്നം എന്ന നിലയിലേക്ക് മറുപടി പറഞ്ഞ് ആ മറുപടി ഇല്ലാതാക്കാൻ, മറുപടി പറയാതിരിക്കാനുള്ള വലിയ ശ്രമമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. എന്നിട്ടും ADGP MR അജിത് കുമാറിനെ പൂർണ്ണമായി സംരക്ഷിച്ചുകൊണ്ടാണ് വാർത്താ സമ്മേളനത്തിലുടനീളം തുടങ്ങിയത് എന്നുള്ളതാണ്. ഇനി നടക്കുന്ന അന്വേഷണ സമയത്തും ADGP MR അജിത് കുമാർ തൽസ്ഥാനത്ത് നിന്നുകൊണ്ടാണ് പൂരത്തിൻ്റെ തുടരന്വേഷണം നടക്കുന്നത് എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ പറയുമ്പോൾ CM പറയുന്നു, അത് ശരിയാണോ, RSS നേതാക്കളെ കണ്ടത് ശരിയാണോ തെറ്റാണോ എന്ന് ഞാനിപ്പോൾ പറഞ്ഞാൽ അത് റിപ്പോർട്ടിനെ ബാധിക്കില്ലേ എന്ന് ചോദിച്ച സമയത്ത് നമ്മളുടെ മറുചോദ്യം, അങ്ങനെയെങ്കിൽ അൻവറിൻ്റെ റിപ്പോർട്ട്, അൻവറിൻ്റെ പരാതിയിലുള്ള റിപ്പോർട്ട് വരുന്നതിന് മുമ്പേ CM അൻവറിനെ കുറ്റപ്പെടുത്തിയല്ലോ എന്ന് ചോദിച്ചപ്പോൾ അത് തമസ്കരിക്കുകയാണ്. ശ്രുതി, ഇന്നത്തെ ക്യാബിനറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ അതിലൊന്ന് ഈ തൃശ്ശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ഒരു സമഗ്രമായ അന്വേഷണം നടക്കുന്നു, അതേറെ പ്രധാനം തന്നെയാണ്. അതിൽ എല്ലാ കാര്യങ്ങളും പുറത്തു വരുമോ എന്നുള്ളതാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. പക്ഷേ അത് പ്രധാനപ്പെട്ടതാണ്. 2 വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രഖ്യാപനങ്ങളാണ്. അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട 2 പ്രഖ്യാപനങ്ങളുമായി വാർത്താ സമ്മേളനത്തിന് വരുമ്പോഴാണ് സ്വാഭാവികമായും കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിനെ പിടിച്ചു കുലുക്കുന്ന PR ഏജൻസി വിവാദവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ചില പ്രസ്താവനകൾ ഇന്നുണ്ടാകുന്നത്. തനിക്കങ്ങനെ ഒരു PR ഏജൻസിയെ കുറിച്ച് ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നുള്ള കാര്യം അദ്ദേഹം പറയുമ്പോഴും PR ഏജൻസി പ്രതിനിധിയുടെ സാന്നിധ്യം ഇപ്പോൾ ഈ അഭിമുഖ വേളയിൽ അദ്ദേഹം സ്ഥിരീകരിക്കുന്നു. അത് PR ഏജൻസി പ്രതിനിധിയായിട്ടാണെന്ന് താൻ മനസ്സിലാക്കിയിട്ടില്ല എന്ന രൂപത്തിലാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. ശ്രീജിത്ത്, ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെയാണ് ഈ പറയുന്ന വിവാദ പരാമർശം എഴുതി കൊടുത്തത് എന്നാണല്ലോ റിപ്പോർട്ട് ഇന്ന് രാവിലെ ബ്രേക്ക് ചെയ്തത്, PR സുനിലിന്റെ ബ്രേക്കിംഗ്. പക്ഷേ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ആ രൂപത്തിൽ അത് അംഗീകരിക്കുന്നില്ല എന്ന് വേണ്ടി മനസ്സിലാക്കാൻ. ആ ചോദ്യത്തിന് അദ്ദേഹം എങ്ങനെയാണ് മറുപടി പറയുന്നത്? ഏതായാലും ഏജൻസി പ്രതിനിധിയുടെ സാന്നിധ്യം അദ്ദേഹം സ്ഥിരീകരിക്കുന്നു. ആ വ്യക്തി സുബ്രഹ്മണ്യം എന്നുള്ളത് പാർട്ടി ബന്ധുവാണ്, പാർട്ടി നിലപാടുള്ളതാണ്, പാർട്ടി CPM രാഷ്ട്രീയമുള്ള ആളാണ് എന്നാണ് അദ്ദേഹം വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഞാൻ പറയാത്തത് ഇടനിലക്കാരൻ കൊടുത്തോ എന്നത് പരിശോധിക്കേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് അവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അതിന്മേൽ ഇനി ആര് പരിശോധന നടത്തും എന്നുള്ള കാര്യങ്ങളും ഉണ്ടല്ലോ. അതിൽ വ്യക്തമായ മറുപടി അദ്ദേഹം ഒഴിവാക്കുകയല്ലേ ശ്രീജിത്ത്? സ്മൃതി, മുഖ്യമന്ത്രി ഈ കാര്യത്തെ സമീപിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് ഹിന്ദുവിൻ്റെ ലേഖിക ഒരു അഭിമുഖം വേണമെന്ന് ആവശ്യപ്പെട്ടുവെന്ന കാര്യം സുബ്രഹ്മണ്യൻ എന്ന ആൾ അറിയിച്ചു. സുബ്രഹ്മണ്യൻ തനിക്ക് നേരത്തെ പരിചയമുള്ള ആളാണ്, അദ്ദേഹം പാർട്ടി പശ്ചാത്തലമുള്ള ആളാണ്. പോരാത്തതെങ്കിൽ CPIMൻ്റെ ആലപ്പുഴ ജില്ലയിലെ നേതാവും മുൻ MLAയുമായ TK ദേവകുമാറിൻ്റെ മകനുമാണ്. അപ്പോൾ ആ പരിചയത്തിൽ ഇൻ്റർവ്യൂ അനുവദിച്ചു. ഇൻ്റർവ്യൂ നടക്കുന്ന സമയത്ത് സുബ്രഹ്മണ്യൻ തനിക്കൊപ്പം ഉണ്ടായിരുന്നു. എന്നാൽ അഭിമുഖം നടത്തുന്ന ലേഖിക ഒറ്റപ്പാലംകാരിയാണ് എന്നാണ് അവർ പരിചയപ്പെടുത്തിയത്. ആ ലേഖിക തൻ്റെ അഭിമുഖം മുൻപ് എടുത്തിട്ടുള്ളതാണ്, തനിക്ക് ഓർമ്മയില്ലെങ്കിലും അതവർ ഓർമ്മിപ്പിച്ചു. അപ്പോഴാണ് അവരുടെ കൂടൊപ്പം മറ്റൊരാൾ കൂടി ഇൻ്റർവ്യൂ നടക്കുന്ന സ്ഥലത്തേക്ക് വന്നത്. അത് PR ഏജൻസിയുടെ പ്രതിനിധിയാണെന്ന കാര്യം തനിക്കറിയില്ല എന്നാണ് മുഖ്യമന്ത്രി അവകാശപ്പെടുന്നത്, വാദിക്കുന്നത്. മാത്രമല്ല, ഒരു അഭിമുഖം നടക്കുമ്പോൾ ചിലപ്പോൾ അഭിമുഖം നടത്തുന്ന മാധ്യമ സ്ഥാപനത്തിൽ നിന്ന് ഒന്നിലധികം പ്രതിനിധികൾ വരുന്ന രീതിയുണ്ടല്ലോ. ആ നിലയ്ക്കുള്ള ഒരാളാണ് തനിക്ക് അവിടെ ഉണ്ടായിരുന്നത് എന്നാണ് താൻ കരുതിയത് എന്നാണ് മുഖ്യമന്ത്രിയുടെ വാദം. ഇവിടെ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന വ്യക്തിക്ക് പാർട്ടി പശ്ചാത്തലമുള്ളതുകൊണ്ടും പാർട്ടി നേതാവിൻ്റെ മകനായതുകൊണ്ടും ഇങ്ങനെ ഒരു വാദം ഉന്നയിച്ചാൽ ആ വാദം നിഷേധിക്കാൻ സുബ്രഹ്മണ്യൻ മുന്നോട്ടേക്ക് വരികയില്ല. അദ്ദേഹം ഈ കാര്യത്തിൽ ഉണ്ടാകുന്ന
പ്രതിരോധം സ്വയം ഏറ്റെടുത്ത് ഈ കാര്യത്തിൽ സർക്കാരിനും പാർട്ടിക്കുമൊപ്പം നിൽക്കും എന്നറിയാവുന്നതുകൊണ്ട് മുഖ്യമന്ത്രി സ്വീകരിച്ചിരിക്കുന്ന വളരെ കൗശലപൂർവ്വമായ ഒരു സമീപനമാണ് ഈ കാര്യത്തിൽ എന്ന കാര്യം വ്യക്തമാണ്. മാത്രമല്ല സുബ്രഹ്മണ്യനെതിരെ അല്ലെങ്കിൽ PR ഏജൻസിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രി ഒരു തരത്തിലും പിടിതരുന്നില്ല. അദ്ദേഹം ഒഴിഞ്ഞു മാറുക തന്നെയാണ് ഉള്ളത്. മാത്രമല്ല അങ്ങനെ PR ഏജൻസിക്കും സുബ്രഹ്മണ്യനെതിരെ നടപടി സ്വീകരിക്കാൻ പോയാൽ ഹിന്ദുവിനെതിരെയും നടപടി സ്വീകരിക്കേണ്ടി വരും. അപ്പോൾ ഇപ്പോഴുണ്ടാക്കിയിരിക്കുന്ന ഈ ഖേദപ്രകടനം അടക്കമുള്ള കാര്യങ്ങളെല്ലാം കുഴഞ്ഞു മറിയും. ഇത് മനസ്സിലാക്കിയാണ് മുഖ്യമന്ത്രി ആ ചോദ്യത്തിന് അതൊരു രാഷ്ട്രീയ കുരുക്കുള്ള ചോദ്യമാണ്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആദ്യം ഉന്നയിച്ച ചോദ്യമാണെന്ന കാര്യം മുഖ്യമന്ത്രിക്ക് അറിയാം. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി ആ ചോദ്യത്തിന് നിയമ നടപടി സ്വീകരിക്കുമെന്ന കാര്യത്തിന് പിടിതരാതെ പോകുന്നത്. എന്നാൽ സുബ്രഹ്മണ്യനെ കുറ്റപ്പെടുത്തിയാൽ, സുബ്രഹ്മണ്യൻ പ്രതിരോധത്തിൽ പോയാൽ അദ്ദേഹത്തിന് അത് വ്യക്തിപരമായ വൈഷമ്യം ഉണ്ടാക്കിയാൽ തന്നെ അദ്ദേഹം പാർട്ടി കുടുംബത്തിൽ നിന്നുള്ള ആളാണ്, പാർട്ടി നേതാവിൻ്റെ മകനാണ്, അദ്ദേഹം അത് സഹിക്കുകയും അതുമായി പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോവുകയും ചെയ്യും എന്നറിയാം. അത് മനസ്സിലാക്കിയുള്ള തന്ത്രപൂർവ്വമായ ഒരു നിലപാടാണ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചത് എന്നതാണ് വസ്തുത.